ഹലോ ജോയ്, എടാ ഇത് ഞാൻ ദീപക്ക. എടാ ഒരു 25,000 രൂപ അല്ലെങ്കിൽ 20 അതെങ്കിലും നീ എനിക്ക് സംഘടിപ്പിച്ച് തരണം. ഇല്ലെങ്കിൽ അഡ്വാൻസ് ഇല്ല അതൊരു വീടോ ഫ്ലാറ്റോ അങ്ങനെ ഏതെങ്കിലും. എടാ അത്രയ്ക്ക് പ്രശ്നമാണോ ജോയ്, നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. എടാ നീ ചെന്നൈയിലാണെങ്കിൽ ഷോപ്പിൽ വിളിച്ച് പറഞ്ഞാൽ മതി, ഞാൻ അവിടെ പോയി കളക്ട് ചെയ്തോളാം. ഹലോ ജോയ്, ഹലോ. അവസാനം ഔട്ട് ഗോയിങ് കോളായിരുന്നു, ആ വഴിയും അടഞ്ഞു. മൊബൈൽ ഫോണിൽ ബാലൻസ് ഇല്ലെങ്കിൽ പോലും തരം പറയുന്ന ലോകത്ത് ഇനി ഒന്നുമില്ലാതെ ജീവിക്കേണ്ടത്. ഇതിന് മുൻപ് വിളിച്ച കൂട്ടുകാരെ പോലെ തന്നെ ഈ കൂട്ടുകാരന് കൈയൊഴിഞ്ഞു എന്ന് മനസ്സിലായി. പക്ഷെ എന്റെ മോന്റെ ഫോൺ വിളിയിൽ അമ്മ ശ്രദ്ധിച്ചത് വേറൊരു കാര്യമാ. എല്ലാവരെയും നീ വിളിച്ചത് പണം കടം ചോദിക്കാനാ. ഒരാളോട് പോലും നാളെ നിനക്ക് ജീവിക്കാൻ ഒരു ജോലി നീ അന്വേഷിച്ചില്ല. അമ്മ, ഇത് ജോലി അന്വേഷിക്കാൻ സാവകാശമുള്ളൊരു സമയമല്ല. ഇന്ന് വൈകുന്നേരം ദുബായ് സുധാകരന് ഈ വീട് ഒഴിഞ്ഞു കൊടുക്കണം. നമുക്കിപ്പോൾ കയറി കിടക്കാൻ ഒരു വാടക വീടാണ് ആവശ്യം. പിന്നെ ഞാൻ പറയണ്ടല്ലോ, ഈ വീട്ടിൽ 2 ദിവസമായി പട്ടിണി കിടക്കുന്നവരുടെ വിശപ്പ് ഒരു ജോലി അന്വേഷിച്ച് കണ്ടുപിടിച്ച് ആദ്യ ശമ്പളം കിട്ടുന്ന ദിവസം വരെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുമോ? എനിക്കറിയില്ല ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്നും എനിക്കറിയില്ല. പക്ഷേ വലിയ ദീർഘവീക്ഷണമുള്ള നീ ജീവിതത്തിൽ എന്തെങ്കിലും ഇതുപോലൊരു ഗതികൾ ഉണ്ടാകുമെന്ന് നേരത്തെ ചിന്തിക്കേണ്ടിയിരുന്നു. വിറ്റതും കടം വാങ്ങിയതുമല്ലാതെ സ്വന്തമായി അധ്വാനിച്ചതുകൊണ്ട് നീ ഇന്ന് വരെ ജീവിച്ചിട്ടുണ്ടോ മക്കളെ? ഒടുവിൽ നിന്റെ മടി എന്റെ സുനിതയുടെ അച്ഛനും പകർന്നു കൊടുത്തു. വെറുതെ ഇരുന്ന് തിന്നുന്നതിന്റെ സുഖം നീ എന്നെ അടക്കം പഠിപ്പിച്ചു. പാവം എന്റെ മോള് ഒരു നല്ല ജീവിതം സ്വപ്നം കണ്ടു തുടങ്ങിയതേ ഉള്ളൂ. അപ്പോഴേക്കും സുനിതയും മുത്തച്ഛനും എങ്ങോട്ടാ പോയത്? അതും എന്നോട് പോലും ഒന്നും പറയാതെ. എനിക്കറിയില്ല. കടമകൾ നിറവേറ്റുന്ന ഒരു ഭർത്താവിനോടല്ലേ അനുവാദം ചോദിക്കേണ്ടതുള്ളൂ. കെട്ടുതാലിയും വിവാഹമോതിരം വരെ വിറ്റ നീ എന്റെ മോളെ വിൽക്കാനെന്ന് ഭാഗ്യം. അമ്മ ആരെയും മനഃപൂർവ്വം ചതിക്കണമെന്നോ വേദനിപ്പിക്കണമെന്നോ കരുതി ഇന്നോളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ചില വലിയ വലിയ പ്രതീക്ഷകൾ, അതിന് ഞാൻ മാത്രമാണോ കുറ്റക്കാരൻ? ചെറുപ്പം മുതലേ വലിയ ഭാവി മാത്രം സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്ന മാതാപിതാക്കൾ, വിദേശത്ത് ലക്ഷങ്ങൾ ശമ്പളം കിട്ടുന്ന തൊഴിൽ സാധ്യത കാട്ടി മോഹിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപനങ്ങൾ, ആകെ മാറിയ ലോകത്തെ ആഘോഷ ജീവിതം കാട്ടി മോഹിപ്പിക്കുന്ന പരസ്യങ്ങൾ, അങ്ങനെ എത്ര പ്രലോഭനങ്ങൾ. ഒടുവിൽ സ്വപ്നങ്ങൾ മാത്രം വളർന്നു വലുതാകുകയും കിട്ടുന്ന വരുമാനം 10,000-ൽ ഒതുങ്ങുകയും ചെയ്യുമ്പോൾ എന്നെപ്പോലുള്ള യൗവനങ്ങൾ ഒരു ന്യായീകരണം കണ്ടെത്തുക, ഇത് മടിയുടെ മറ്റൊരു വശമാണ്. പറഞ്ഞു നിൽക്കുന്നതിന് പകരം ഇവിടെ ഇറങ്ങാനുള്ള ഒരുക്കങ്ങൾ നോക്കുക. സത്യവതിയെ വിശന്നിട്ടാണ് തോന്നുന്നു. മൂക്കിലേക്ക് അടിച്ചു കയറുന്ന അത്രയും ദേഹണ്ണപ്പുരയിലെ ഗന്ധങ്ങളാണ്. വാർക്കവട്ടിയിലേക്ക് കോരിയിടുന്ന ചോറിന്റെ ചൂട്, തിളച്ചു പറയുന്ന സാമ്പാറിലേക്ക് കായക്കൂട്ടൊരുക്കുന്നതിന്റെ ഗന്ധം, അവയിൽ നിന്ന് വരുന്ന പച്ച വെളിച്ചെണ്ണയുടെയും നാളികേരത്തിന്റെ ഒക്കെ മണം. കേട്ടോ പപ്പടം കാച്ചുന്നതിന്റെ ഒച്ച. ഇനിയൊന്നും പറയല്ലേ. വിശന്നിട്ട് വയ്യ, ഒരു പിടി ചോറ് കിട്ടും, ഒരു കാന്താരി മുളക്. അതിന് നമ്മൾ എന്താ ചെയ്യുക? അതിന് അധ്വാനിക്കണം. അധ്വാനിച്ച് കിട്ടുന്നത് മിച്ചം വെച്ച് നാളേക്ക് കരുതി വെക്കണം. ഇല്ലെങ്കിൽ ആഗ്രഹിക്കാനേ കഴിയൂ, കിട്ടില്ല ഒന്നും. തെറ്റാണെങ്കിലും ദുബായ് സുധാകരൻ മനുഷ്യത്തുള്ളവനാ. ഇറക്കി വിടും മുമ്പ് 15 ദിവസത്തെ അവധി തന്നു അവൻ. ഈ 15 ദിവസം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു? ഇനിയും കടം കിട്ടാൻ വല്ല മാർഗമുണ്ടെന്ന് അന്വേഷിച്ച് മരുമകൻ ദിവസങ്ങൾ തള്ളി നീക്കി. ഇതൊരു തരം മടിയാ. ഇനി ഒരു രക്ഷയുമില്ല എന്ന് പറഞ്ഞ് ചുമ്മാതിരിക്കാൻ കണ്ടെത്തുന്ന വഴി. പക്ഷേ നിന്നെയൊക്കെ നമ്പി 2 ദിവസം പട്ടിണി കിടന്നപ്പോ ഞാനും എൻ്റെ കൊച്ചുമോളും ഇനിയുള്ള ദിവസങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചത്. ഞാൻ വീണ്ടും ദേഹണ്ണത്തിനിറങ്ങി. മരിച്ച കുമാരൻ മേസ്രിയുടെ 16 സദ്യക്ക്. ഒപ്പം കൈസഹായത്തിനായി BA മലയാളവും കമ്പ്യൂട്ടറും പഠിച്ച എൻ്റെ കൊച്ചുമോളും. പണമായിരുന്നില്ല, ഭക്ഷണം തന്നെയായിരുന്നു പ്രധാന ലക്ഷ്യം. നമ്മുടെ നല്ല നേരത്തിനാ കുമാരൻ മേസ്രി മരിച്ചത്. 16 സദ്യയുടെ ചോറാണെന്ന് കരുതി നാണക്കേടൊന്നും വിചാരിക്കേണ്ട മക്കളെ. അധ്വാനിച്ച് കിട്ടിയ അന്നവാ, ദഹനക്കേട് വരൂല്ലടോ.
ഇനി എന്താ പുതിയ പ്ലാൻ? ഇനി ഇത് എന്റെ വീടാ. സുലോചനയുടെ ബംഗാളി തൊഴിലാളിക്ക് ഉടൻ തന്നെ അവരുടെ സാധനങ്ങൾ കൊണ്ട് ഷിഫ്റ്റ് ചെയ്യണം. 1-2 പേരുമില്ല, 12 പേരെ അവിടെ കയറി പാർക്കാൻ പോണേ. കുറച്ചുകൂടി സാവകാശം. പറ്റില്ല. വഴിയോരത്ത് ഒരുപാട് കടത്തിണ്ണകൾ കാലിയായി കിടപ്പുണ്ട്. അവിടെ ചെന്നിരുന്ന് ഊഹക്കച്ചവടം ചെയ്യും. എന്തെങ്കിലും മാർഗം തെളിയും. നീ ആരെയാണ് ഈ പേടിപ്പിക്കുന്നത്? എടാ, ഈ പ്രായത്തിലും 1000 ഉറുപ്പികയും ഒരു കട്ട ചോറ് സമ്പാദിച്ച് പയറ് പോലെ നിൽക്കുന്ന ഞാൻ, പാചകകലയിൽ നളനായ എന്റെ മകൻ അച്യുതൻ, അധ്വാനത്തിന്റെ മഹത്വം എന്തെന്നറിയാവുന്ന എന്റെ കൊച്ചുമകൾ, ഇത്രയും പേര് ഒരുമിച്ച് തെരുവിലിറങ്ങി പിച്ചെടുക്കുന്നു വിചാരിച്ചു നിനക്ക് ബോധമുണ്ടോളാ? കുഞ്ചുകുടി നായരും കുടുംബവും ആത്മഹത്യ ചെയ്യുന്ന ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് തെറ്റി. ഞങ്ങൾ ജീവിക്കും അധ്വാനിച്ച് അന്തസ്സായിട്ട്. എങ്കിൽ നിങ്ങൾ പോയി ഉണ്ടാക്ക്. എനിക്ക് എന്റെ വീട് ഉടൻ തന്നെ കാലിയാക്കി കിട്ടണം. ഇവിടെ ഒന്ന് പറഞ്ഞാൽ മതി. ഇനി എന്റെ വീടാ. ഇവിടെ താമസിക്കാൻ 12 ബംഗാളികൾ ഉണ്ടാവില്ല. 11 പേരെ കാണും. അതിലൊരു ബംഗാളി നാട്ടിൽ പോയി. കൂട്ടത്തിലൊരു ബംഗാളി തന്ന കത്ത ഒന്ന് വായിച്ചു വയ്ക്കും. ഇതെന്ത് ഭാഷ? ഇതെന്ത് ഭാഷയാണ്? ഇതെന്ത് ഭാഷ? അങ്ങനെ ഒരു ഭാഷ ഇല്ല സുധാകര. ഇതെന്ത് ഭാഷ? കൊണ്ടുപോവാ. സ്കൂളിൽ വിട്ട നേരത്ത് കൊച്ചിയെ പിടിക്കാൻ പോയപ്പോ ഓർക്കണം. ശരീരം ഇളകി പണിയെടുക്കാൻ മടിയാണെങ്കിലും ഇതൊക്കെ വായിച്ചു പറയാനുള്ള വിവരവും വിദ്യാഭ്യാസവും എന്റെ കൊച്ചുമോനുണ്ടോ? മക്കളെ വായിച്ച് കേൾപ്പിക്കണ. സാബ്ജി, നിങ്ങളുടെ ഭാര്യ സുലോചന, എൻ്റെ മാം സാബ് എനിക്കിവിടെ പണി തന്നു. ചായ്പിൽ കിടക്കാനിടം തന്നു, പിന്നെ കിടപ്പറയിലും. എന്താണൊന്ന് വായിച്ചു തീർക്കട. നിങ്ങൾ ആരും പണിയെടുക്കാതെ കാട് പിടിച്ചു കിടന്ന നിങ്ങളുടെ പറമ്പ് ഞാനും എൻ്റെ കൂട്ടുകാരും ചേർന്ന് ഒരു തോട്ടമാക്കി മാറ്റി. പിന്നെ നിങ്ങൾക്ക് സാധിക്കാത്ത ഒന്നുകൂടി ഞാൻ നിറവേറ്റി. ഇത്രയും കാലം നിങ്ങൾക്കൊരമ്മയാക്കാൻ കഴിയാതിരുന്ന സുലോചന മേംസാബ് ഇന്ന് ഞാൻ മൂലം ഗർഭിണിയാണ്. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാനായി ബംഗാളിലേക്ക് പോകുന്നു. മറ്റൊന്നും കൂടെ കൊണ്ടുപോകുന്നില്ല. മുഴുവൻ ബാങ്ക് അക്കൗണ്ടുകളുടെയും പാസ്ബുക്കും ചെക്കും പിന്നെ ബാങ്ക് ലോക്കറിലിരിക്കുന്ന മുഴുവൻ സ്വർണവും മാത്രം. വായിക്കാൻ അറിയില്ലെങ്കിൽ പിന്നെ അത് പറഞ്ഞാൽ മതി. അറിയാവുന്ന ആരെ കൊണ്ടേ ഞാൻ വായിപ്പിച്ചോളാം. ആരെയും കാണിക്കാൻ നിൽക്കണ്ട. കാണിച്ചാൽ അതിന്റെ നാണക്കേട് നിങ്ങൾക്കാ. ആ 12ാമത്തെ ബംഗാളി നിങ്ങളുടെ ഭാര്യയും കൊണ്ടുപോയി. സുധാരേട്ട വേണ്ട, സംഗതി നേരാ. അവര് ട്രെയിൻ കയറി പോകുന്നത് കണ്ടവരുണ്ട്. മനസ്സിലായില്ലേ? നിന്റെ ഭാര്യ തുലോയന ബംഗാളിനോട് ഒളിച്ചോടിപ്പോയെന്ന്. സുധാകര, ഈ സന്തോഷത്തില് നമുക്കൊന്ന് വലിച്ചാലോ? सुनो सुनो, अम्मा अम्मा का मतलब माताजी. बोलो, अम्मा का मतलब क्या है? माताजी. अच्छा, अच्छन. क्या? अच्छन. पिताजी. पिताजी. पिताजी है अच्छन. पट्टी कुत्ता. बोलो, पट्टी को क्या कहा है? कुत्ता. ഈ ബംഗാള എവിടെയായിട്ട് വരും? ചന്തക്കൊന്ന് പോയി നിന്നാ മതി. വല്ല കാക്കാൻ കൊത്തിക്കൊണ്ട് പോകും. ബംഗാളിലോട്ട് ഇങ്ങനെയാണെങ്കിൽ കുറെ ടാസ്കി ബംഗാളിലേക്ക് ഓടും. എന്നാലും ആ സുലോചന എന്തൊരു പെണ്ണ. പാവം സുധാകരൻ. നമ്മളെ പെരുവഴിയിലാക്കിയ ആളാണോ? മക്കളെ, പണ്ടായിരുന്നു ദൈവം, പിന്നെ ഇപ്പൊ അപ്പപ്പ തന്നെ. പിന്നെ ഇനി ഈ വീട് നമുക്ക് അന്യമാ. ഇറങ്ങാം.
തുടങ്ങുമ്പോ കൂടെ കൊണ്ടുപോകാൻ ഞാൻ കരുതി വെച്ച ഒന്നുണ്ട്. ഇത് വിത്താണ്. നട്ടും നനവച്ചും വിടരുന്ന വിളവാണ് തിന്നേണ്ടത്. വിത്ത് കാലത്തിന് വേണ്ടിയുള്ള കരുതലാണ്. അത് കുത്തി തിന്നരുത്. മക്കളെ, ഇതുമായി മുന്നിൽ തന്നെ നടക്കണം. സന്തോഷത്തോടെ, കരുത്തോടെ, അധ്വാനിക്കാനുള്ള മനസ്സോടെ. ഇത് വിത്താണ്. വിത്ത് കുത്തി തിന്നരുത്. നട്ടു വളർത്തി വിളവ് കൊയ്യണം, കരുതി വെക്കണം. പ്രിയപ്പെട്ടവർ, പ്രവർത്തനനിരതമല്ലാത്തൊരു സമൂഹം മോർച്ചറിക്ക് തുല്യമാണ്. പ്രവർത്തിക്കുകയോ പങ്കുപറ്റുകയോ ചെയ്യാതെ മടിയുടെ ഫ്രീസറിൽ വെച്ച ശവങ്ങളായി നമ്മൾ ഇനിയും ജീവിക്കേണ്ടതുണ്ടോ? അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന അരി പച്ചക്കറി ലോറികൾ പണിമുടക്കിയാൽ പട്ടിണിയിലാവുന്ന നമ്മുടെ നാട്, നമ്മുടെ സമൂഹം, അവരെ നമുക്ക് മുന്നിൽ നടന്ന് നയിക്കണ്ടേ? അച്യുതൻ നായരും കുടുംബവും തിരക്കിലാണ്. കാരണം മടി കാർന്നു നിന്ന് പോയൊരു ജീവിതം അധ്വാനത്തിലൂടെ അവർക്ക് തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. മടിയുടെ തുടലുകൾ പൊട്ടിച്ച് പ്രിയപ്പെട്ടവരെ നമുക്ക് മുന്നോട്ട് പോകാം.